നല്ല ഹോട്ടലൊക്കെ അവിടെ കാണാം. അവിടെ കാണാം. ചിക്കൻ റൈസ്, നൂഡിൽസ്, എഗ് റൈസ് അവിടെ ഉണ്ട്. എഗ് റൈസ്, ചിക്കൻ റൈസ് കഴിക്കാം. ഇപ്പൊ ആ അണ്ണന്റെ വായിൽ നിന്ന് നമുക്ക് അനുമോദനം കിട്ടും. അതെ അതെ. എല്ലാം ഉണ്ട് കേട്ടാ. അളേ രണ്ടുണ്ട്. വാക്കുപോയില്ല. തമിഴ്നാട്ടിൽ ഇറങ്ങിയ പിന്നെ പിന്നെ പച്ചപ്പിന്റെ ഒരു അയ്യര് കളി തന്നെ അല്ലേ? നെൽകൃഷിയുടെ ഒരു ബഹളം തന്നെ. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇനി അങ്ങോട്ട് നമ്മുടെ തെങ്കാശി ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരം നമ്മുടെ ഈ ഇതാണ് നിരകൾ. നമ്മളിനിയും നേരെ കൊല്ലൂരിന് പോവാ, നാട്ടോട്ട് പോവാ. സെറ്റല്ലേ? കൊട്ടാരക്കര 61 കിലോമീറ്റർ, അവിടെ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട്. നീ കൊട്ടാരക്കരക്ക് പോകണ്ട, കൊല്ലൂര് നേരെ 5 കയറി ആയൂര് അല്ലെ ആ റൂട്ടില്ലേ, അങ്ങനെ പോയാൽ മതി. ഓക്കെ. അപ്പൊ നമ്മളിനി നേരെ പോണത് പുനലൂരാണ്. നമ്മളൊരു കറക്കം കറങ്ങി പോവേണ്ടല്ലേ? ഭൂമി ഉരുണ്ടാൻ തെളിയിക്കുക. നമ്മള് കേരള തമിഴ്നാട് 1 ഡേ ട്രിപ്പ് ആയിട്ട് കൂട്ടായി. റൈഡർ, ഐ ആം എ റൈഡർ. തമിഴ്നാട് മൊത്തം തെങ്ങും കൃഷി അല്ലേ, വാഴക്കൃഷി, ഇത് പരുത്തി കൃഷി. നെൽകൃഷിയാണോ? പരുത്തി അങ്ങോട്ട് നെൽകൃഷി ഉണ്ടോ? നെൽകൃഷി ഉണ്ട്. സിമന്റ് വണ്ടിയാണല്ലോ നടക്കുന്നത്. ഇതൊക്കെ സിമന്റ് വണ്ടികളാ മൊത്തം. ശങ്കർ, രാംകോ, ഡാൽമിയ. അതാണ് നമ്മുടെ KSRTC. തമിഴ്നാട്ടിൽ വെച്ച് KSRTC കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ? തോന്നും. ഇത് കണ്ടോ, നല്ല രസം. ഇവിടെ ഇത് ഏതാണ്? ഇതിപ്പോ കണ്ടോ, പച്ചപ്പ് കണ്ടോ? പച്ചപ്പ് അപ്പുറത്തുണ്ട്. അടിപൊളിയാണ്. ആ വെയിൽ ഇച്ചിരി ആയിപ്പോയി. ഇച്ചിരി വെയിൽ താഴ്ന്നു നിൽക്കുവായിരുന്നെങ്കില് സെറ്റായിരുന്നു. ഇവിടുന്ന് എവിടെ ഫ്രെയിം വെച്ചാലും നല്ല ഭംഗിയുണ്ട്. എവിടെ ഫോൺ വെച്ചാലും. ഞങ്ങൾ അന്ന് വന്നിട്ട് ഇവിടെ ഫോട്ടോ എടുത്താ